നമസ്തേ. 23/3/2025 ഞായറാഴ്ചത്തെ നക്ഷത്രഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഈ നക്ഷത്രഫലങ്ങൾ തുടർച്ചയായി ലഭിക്കാൻ നിങ്ങളിതിലെന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു സ്റ്റിക്കറോ കാര്യങ്ങളോ അല്ലെങ്കിൽ ലൈക്കൊക്കെ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കമൻറ്റ് തന്നെയാണ് ചെയ്യേണ്ടത്. കാരണം കമൻറ്റ് ചെയ്യുന്നവരാണ് ശരിക്കും അവർക്കാണ് വീണ്ടും അവരുടെ ന്യൂസ് ഫീഡിലേക്ക് ഇത് കയറി ചെല്ലുക. അതുകൊണ്ട് എന്തെങ്കിലും ഒരു സ്റ്റിക്കറാണെങ്കിൽ പോലും കമൻറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വ്യക്തിപരമായ ഫലങ്ങൾ അറിയാൻ ഇതിനകത്ത് കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക. അതിനൊരു ഫീസും ഉണ്ടായിരിക്കും. ഇനി നമുക്ക് വിശദമായിട്ട് ഫലങ്ങളിലേക്ക് വരാം. അതിനുമുമ്പ് ഞാൻ ഇന്ന് ഒരു പോസ്റ്റ് ജ്യോതിഷത്തിൽ പരിഹാര കർമ്മങ്ങൾ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ഒന്ന് കേൾക്കുന്നത് നന്നായിരിക്കും. കാരണം ഈ പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നവർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ആ പോസ്റ്റ് ഒന്ന് കേൾക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം അത് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു പോസ്റ്റാണ്. അത് ജ്യോതിഷത്തിലെ പരിഹാര കർമ്മങ്ങൾ എന്നൊരു ഭാഗം. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഹോരാശാസ്ത്രത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ തന്നെയുള്ള പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണത് ഇട്ടിട്ടുള്ളത്. പലരും ഹോരാശാസ്ത്രമൊന്നും കണ്ടിട്ട് പോലും ഉണ്ടാവില്ല ഇന്നത്തെ പല ജ്യോതിഷന്മാരും എന്നുള്ള അവസ്ഥയാണ് പലരെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അനുഭവത്തിലുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് കേൾക്കുക. ഇനി നമുക്ക് വിശദമായിട്ട് ഫലത്തിലേക്ക് വരാം. 23/3/2025 ഞായറാഴ്ച മേടം മകരം രാശിക്കാർക്ക് ശുഭകരവും, തുലാം ധനു രാശിക്കാർക്ക് മധ്യമവും ഗുണദോഷ സമ്മിശ്രവും, ഇടവം കർക്കിടകം ചിങ്ങം കന്നി രാശിക്കാർക്ക് ദോഷവും, മിഥുനം വൃശ്ചികം കുംഭം മീനം രാശിക്കാർക്ക് കഠിന ദോഷവും ഉള്ള ഒരു സമയമാണ്. നമുക്ക് കുറച്ച് നാളത്തേക്കൊക്കെ വൃശ്ചികം നല്ലതായിരുന്നു അല്ലേ? ഇപ്പോൾ കുറച്ച് മോശമായി തുടങ്ങി. ഇനി എങ്ങനെയാണ്? എല്ലാവർക്കും ജീവിതത്തിൽ എന്നും സുഖം കിട്ടുന്നൊന്നും വിചാരിക്കണ്ട. കുറച്ച് ദോഷങ്ങളും ഒക്കെ ഉണ്ടാവും. അത് പറയാതിരിക്കാനും പറ്റില്ല. നമുക്കത് ഗുണങ്ങൾ വരുന്നവർക്ക് ഗുണം വരുമെന്നും ദോഷങ്ങൾ വരുന്നവർക്ക് ദോഷം വരുമെന്നും മനസ്സിലാക്കുക. ഈ ചാരഫലമുള്ളത് പരിഹാരമുള്ള കർമ്മങ്ങളാണ്. അപ്പോൾ നന്നായിട്ട് ഈശ്വരഭജനമൊക്കെ നടത്തിയാൽ ഈ പറയുന്ന ദോഷങ്ങളെയൊക്കെ പരിഹരിക്കാൻ കഴിയും. ജാതകം അനുകൂലമാണ്. ഇതിലും അനുകൂലമാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ജാതകം അനുകൂലമല്ല, ഇത് അനുകൂലമാണെങ്കിൽ കുറച്ച് മധ്യമമായിരിക്കും. ഇത് അനുകൂലമല്ല, ജാതകം അനുകൂലമാണെങ്കിലും മധ്യമമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ദോഷങ്ങൾ ഒരു പരിധി വരെ നാമജപത്തിലൊക്കെ നടത്തിയാൽ ഇതിൻ്റെ ദോഷങ്ങൾ മാറ്റാനും നമുക്ക് കഴിയും. അപ്പോൾ അത് മനസ്സിലാക്കുക. ജാതകം ഒക്കെ പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളവർ ജാതകം പരിശോധിപ്പിക്കുക. വലിയ വലിയ പരിഹാര കർമ്മങ്ങളെക്കാൾ കലിയുഗത്തിൽ യഥാശക്തി പരിഹാര കർമ്മങ്ങൾക്കാണ് ഫലം കൂടുതലെന്ന് മനസ്സിലാക്കുകയും കൂടെ ചെയ്യുക, നാമജപത്തിന് പ്രത്യേകിച്ചു. ഇനി നമുക്ക് ഫലത്തിലേക്ക് വരാം. മേടം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാണ്, മേന്മയുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ പോലും അവരുടെ ആരോഗ്യം അത്ര അനുകൂലമായിരിക്കില്ല. മനസ്സും ബുദ്ധിയും അത്ര മേന്മയുള്ളതും ആയിരിക്കില്ല. ഈ മാനസികമായ തലം കറക്റ്റ് അല്ലെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളിലും ചെറിയ പ്രയാസങ്ങളുണ്ടാവും. അപ്പോൾ മേടരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മനസ്സ് അനാവശ്യമായി അസ്വസ്ഥമാകുന്ന ഒരു സമയമാണ്. അപ്പോൾ അങ്ങനെ മനസ്സ് അസ്വസ്ഥമാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ ഈ മാനസികമായ അസ്വസ്ഥതകൾക്കൊക്കെ മരുന്ന് കഴിക്കുന്ന മെഡിസിനൊക്കെ ഉപയോഗിക്കുന്ന മേടൻ രാശിക്കാരുണ്ടെങ്കിൽ അവരത് കൃത്യമായിട്ട് കഴിക്കണം. ആവശ്യമില്ലാതെ മനസ്സ് പ്രക്ഷുബ്ധമാവാനായിട്ട് ഉള്ള ഇട കൊടുക്കുകയും ചെയ്യരുത്. ശാന്തമാക്കാൻ മനഃപൂർവ്വം ശ്രമിക്കണം. ഒരു പ്രതിരോധ ശക്തി വളരെ കുറവ് തോന്നുന്ന ഒരു ദിവസമായിരിക്കും മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. മാതൃപിതൃസ്ഥാനീയരൊന്നും അത്ര അനുകൂലം ആയിരിക്കില്ല. എങ്കിലും അവർക്ക് പൊതുവെ ഇത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ബാക്കി പൊതുവെ അനുകൂലമായ ഒരു സ്ഥിതിയൊക്കെ ഉണ്ടാവും. സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമാണ്. ശത്രുദോഷമൊന്നും മേടൻ രാശിക്കാർക്ക് കാര്യമായിട്ട് ഉണ്ടാകാത്ത ഒരു ദിവസമാണ്. കടബാധ്യതയൊക്കെ ഒന്ന് അല്പം ശ്രദ്ധിച്ചാൽ കുറച്ചു കൊണ്ടുവരാനായിട്ട് മേടം രാശിക്കാർക്ക് കഴിയും. വിദ്യാർത്ഥികളായിരിക്കുന്നവരൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്.
മറ്റുള്ളവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെയും ഒന്ന് ശ്രദ്ധിക്കുക. വാക്കുകൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കാൻ നടത്തും. ധനപരമായ കാര്യങ്ങളൊക്കെ അനുകൂലമായിരിക്കും. ദൈവാധീനമൊക്കെ ഒരു പരിധിവരെ ഉള്ള ദിവസമാണ്. മക്കളിൽ നിന്നും ജീവിത പങ്കാളിയിൽ നിന്നുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകും. അനുകൂലമായ സ്ഥിതി ഉണ്ടാവും. ഒരു പിൻബലമൊക്കെ അവരിൽ നിന്ന് എല്ലാ കാര്യങ്ങൾക്കും കിട്ടും. തൊഴിൽ മേഖലയും പൊതുവെ അനുകൂലമായിരിക്കും. സഹപ്രവർത്തകരുടെയൊക്കെ ഒരു അനുകൂലാവസ്ഥ കിട്ടും. എന്നാൽ മേലുദ്യോഗസ്ഥരിൽ നിന്ന് അത്ര മേന്മ ഉണ്ടാകാനുള്ള സാധ്യത മേടക്കൂറുകാർക്ക് കുറവാണ്. പൊതുവെ ദോഷത്തേക്കാൾ കൂടുതൽ ഗുണഫലം മേടക്കൂറുകാർക്ക് ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് ശുഭകരമായ ദിവസം തന്നെയായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം. ഇനി ഇടവം രാശി. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം. ഈ ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദോഷമുള്ള ഒരു ദിവസമാണ്, ദോഷകരമായ ഒരു ദിവസമാണ്. എങ്കിലും ആരോഗ്യമൊക്കെ അവർക്ക് മേന്മയുണ്ടാകും. അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനായിട്ട് അവർക്ക് കഴിയും. ആത്മവിശ്വാസം അവർക്ക് എല്ലാ കാര്യത്തിലും ഉണ്ടാകും. എന്നാൽ ഇടവം രാശിക്കാരെ സംബന്ധിച്ച് മനസ്സ് അത്ര സ്വസ്ഥമായിരിക്കില്ല. ബുദ്ധി അങ്ങനെ വേണ്ട രീതിയിലൊന്നും പ്രവർത്തിക്കില്ല. ആസ്തമ പോലുള്ള അസുഖമുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അവരുടെ ആരോഗ്യമൊക്കെ ഒരു നീർക്കെട്ടൊക്കെ കയറിയിട്ട് ഇരിക്കുന്ന പോലത്തെ ഒരു അവസ്ഥ അവർക്കുണ്ടാവും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതേപോലെ ആവശ്യമില്ലാത്ത രീതിയിൽ തണുത്ത വെള്ളമൊക്കെ കുടിക്കാതിരിക്കാനായിട്ട് ഇടവൻ രാശിക്കാർ ശ്രദ്ധിക്കുക. അതൊക്കെയാണ് ഈ ശ്രദ്ധിക്കാൻ പറയുന്നതിൻ്റെ അർത്ഥം. അങ്ങനെയൊക്കെ ഉള്ളവർ അത് വരാതിരിക്കാനുള്ള ശ്രദ്ധ കരുതൽ കൊടുക്കുക എന്നർത്ഥമുള്ളൂ. അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകാൻ സാധ്യതയുള്ള ഒരു രാശിയാണ് ഇടവം രാശിക്കാർ. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്കൊക്കെ അനുകൂലമാണ്. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഇടവം രാശിക്കാർക്ക് അനുകൂലമായിരിക്കുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് ഗുണകരമാണ്. ധനപരമായി ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മക്കളിൽ നിന്ന് അത്ര അനുകൂലമായ സമീപനമായിരിക്കില്ല ലഭിക്കുക. ജീവിത പങ്കാളി അനുകൂലമായിരിക്കും. പിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. എന്നാൽ മാതൃസ്ഥാനീയരിൽ നിന്നും അത്ര മേന്മയൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. ജീവിത പങ്കാളിയും അനുകൂലമായിരിക്കും. തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിൽ മേഖലയിൽ. അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. മിഥുനം. മകീരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. മിഥുനം രാശിക്കാർക്ക് അനുകൂലമല്ല. ആരോഗ്യമൊന്നും അത്ര മേന്മയുള്ളതല്ല. എപ്പോഴും ഒരു അലസത ഉണ്ടാകും. പിത്ത സംബന്ധമായ അസുഖമുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതേപോലെ ഉദര സംബന്ധമായ അസുഖം, ദഹനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എന്നാൽ മനസ്സ് അവർക്ക് അനുകൂലമായിരിക്കും. ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. എന്നാൽ പിതൃസ്ഥാനീയർ പൊതുവെ പിതൃസ്ഥാനീയരും അനുകൂല. മാതൃപിതൃസ്ഥാനീയർ പൊതുവെ മിഥുനം രാശിക്കാർക്ക് പൊതുവെ അനുകൂലമായിരിക്കും. സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കില്ല. കടബാധ്യത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റുള്ളവരുമായിട്ട് കലഹം ഉണ്ടാകാതിരിക്കാനും ഒന്ന് ശ്രദ്ധിക്കുക. വാക്കുകൾ ശ്രദ്ധിക്കാൻ കഴിയുമെന്നുള്ളതുകൊണ്ട് ആ ഭാഗത്ത് കുറച്ചൊക്കെ രക്ഷപ്പെട്ടു പോരാൻ പ്രത്യേകം ശ്രദ്ധിച്ചാൽ കഴിയും. കലഹം ഉണ്ടാക്കാതിരിക്കാൻ വാക്കുകൾ അനുകൂലമാക്കാൻ ഒരു പരിധിവരെ കഴിയുമെന്നുള്ളത് കൊണ്ട്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ മിഥുനം രാശിക്കാർക്ക് അനുകൂലമാണ്. എന്നാൽ ധനപരമായി ചില നഷ്ടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ജീവിത പങ്കാളിയും മക്കളുമൊന്നും അത്ര അനുകൂലമായിരിക്കില്ല. പല കാര്യങ്ങളിലും കുടുംബത്തിൻ്റെ ഒരു സഹകരണം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. തൊഴിൽ മേഖലയിലും അത്ര അനുകൂലമൊന്നുമല്ല. സഹപ്രവർത്തകരും മറ്റുള്ളവരുമൊക്കെ നിന്നൊക്കെ അനുകൂലമായ നിലപാടുണ്ടാവില്ല. അതുപോലെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് മിഥുനം രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. കർക്കിടക നക്ഷത്രം കർക്കിടകം രാശി. പുണർദം
അവസാന കാൽഭാഗം പൂയം ആയില്യം. ഈ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദോഷകരമായൊരു ദിവസം തന്നെയാണ്. ആരോഗ്യപരമായി അത്ര മേന്മയൊന്നും ഉണ്ടാവില്ല. എങ്കിലും മനസ്സും ബുദ്ധിയുമൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും. എന്നാൽ ഒരു ക്ഷീണം, ഒരലസത, ഒരാത്മവിശ്വാസക്കുറവ് ഈ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആ ദിവസം ഉണ്ടാകും. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം കർക്കിടക രാശിക്കാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേപോലെ വിദ്യാർത്ഥികൾക്കൊന്നും അനുകൂലമല്ല. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കില്ല. വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കാനായിട്ട് കർക്കിടക രാശിക്കാർ ശ്രമിക്കണം. ഈ ഓർമ്മക്കുറവ് മൂലം ചില നഷ്ടങ്ങൾ, അലസത മൂലം ഉണ്ടാകുന്ന ഓർമ്മക്കുറവ് മൂലം ചില നഷ്ടങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കർക്കിടകം രാശിക്കാർക്ക് ഉണ്ട്. ദൈവാധീനം ഉള്ള ഒരു സമയമാണ് കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ശ്രദ്ധിച്ചാൽ പല കാര്യങ്ങളും കർക്കിടകം രാശിക്കാർക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും. കാരണം ദൈവാധീനം ഉള്ളതുകൊണ്ട്. ജീവിത പങ്കാളിയിൽ നിന്നും മക്കളിൽ നിന്നുമൊക്കെ അനുകൂലമായ ഒരു സമീപനം ഉണ്ടാകും. കുടുംബത്തിൻ്റെ ഒരു പിൻബലം കർക്കിടകം രാശിക്കാർക്ക് കിട്ടും. തൊഴിൽ മേഖലയിൽ അത്ര മേന്മയൊന്നുമില്ല. തൊഴിൽ രംഗത്ത് ചില നഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയും ഉണ്ട്. അതേപോലെ കാലിനൊക്കെ അസുഖമുള്ളവർ, വാദസംബന്ധമായ അസുഖമുള്ള കർക്കിടകക്കൂറുകാരൊക്കെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. അതേപോലെ ലഹരി ഒക്കെ ഉപയോഗിക്കാതിരിക്കാനും കർക്കിടകക്കൂറുകാർ ശ്രദ്ധിക്കുക. ചിങ്ങൻ രാശിക്കും ദോഷകരമായ ഒരു ദിവസം തന്നെയാണ്. അത്ര മേന്മയുള്ള ദിവസമൊന്നുമല്ല. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗമാണ് ചിങ്ങം രാശി എന്ന് പറയുന്നത്. ആ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം അത്ര മേന്മയുണ്ടാവില്ല. മനസ്സും ബുദ്ധിയുമൊന്നും അത്ര വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. അലസത കാരണം കൊണ്ട് തന്നെ ബുദ്ധി അത്ര അനുകൂലമല്ലാതെ നിൽക്കും. ഒരു കാര്യവും വേണ്ട രീതിയിൽ ചെയ്യാൻ തോന്നാത്തത് കൊണ്ട് തന്നെ ചിങ്ങൻ രാശിക്കാർക്ക് മറ്റുള്ളവരിൽ നിന്ന് ചില എതിർപ്പുകളൊക്കെ നേരിടേണ്ടതായിട്ട് വരും. ആസ്തമ പോലെ അസുഖമുള്ളവർ, മാനസികമായ ടെൻഷനൊക്കെ കൂടുതൽ അനുഭവിക്കുന്ന ആളുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഗർഭാശയ സംബന്ധമായ രോഗങ്ങളുള്ളവർ ശ്രദ്ധിക്കുക. അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതേപോലെ ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കടബാധ്യതയൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും. അതുകൊണ്ട് അത് മനസ്സിലാക്കുക. വിദ്യാർത്ഥികൾക്ക് ഗുണപരമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ്. വാക്കുകളൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയും. എന്നാൽ ധനപരമായ കാര്യങ്ങൾ ചില നഷ്ടങ്ങളുണ്ടാകും. തൊഴിൽ മേഖല അത്ര അനുകൂലമായിരിക്കില്ല. ജീവിത പങ്കാളിയിൽ നിന്ന് മേന്മയെല്ലാം ഉണ്ടാകും. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ, പ്രത്യേകിച്ച് തൊഴിൽ മേഖലയിൽ പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി കന്നിരാശി, ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറുകാർക്ക് മേന്മയുള്ള ദിവസമൊന്നുമല്ല, ദോഷകരമായ ദിവസം തന്നെയാണ്. ആരോഗ്യം അനുകൂലമായിരിക്കില്ല. മനസ്സും അത്ര അനുകൂലമായിരിക്കില്ല. ആസ്മ പോലെ അസുഖമുള്ളവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. കടങ്ങളൊക്കെ വരാനായിട്ട് കന്നിരാശിക്കാർക്ക് സാധ്യതയുണ്ട്. മുൻകോപം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആവശ്യമില്ലാത്തൊക്കെ ഉപയോഗിച്ച് കുഴപ്പമുണ്ടാക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ ധനപരമായ കാര്യങ്ങളിൽ അല്പം നേട്ടമൊക്കെ ഉണ്ടാകും. സഹോദര സ്ഥാനീയർ പൊതുവെ അനുകൂലമായിരിക്കില്ല. അതേപോലെ തന്നെ ജീവിത പങ്കാളിയും അത്ര അനുകൂലമായിരിക്കില്ല. തൊഴിൽ മേഖലയിൽ ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് കന്നിക്കൂറുകാർക്ക് കഴിയും. ലഹരി പദാർത്ഥങ്ങൾ കാര്യമായിട്ട് ഉപയോഗിക്കാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കുക. വളരെയധികം മദ്യമൊക്കെ ഉപയോഗിച്ച് പ്രശ്നം ഉണ്ടാക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. തുലാം രാശി, ചിത്ര അവസാന പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. തുലാം രാശിക്കാർക്ക് അത്ര ദോഷമുള്ള സമയമൊന്നും പറയാൻ പറ്റില്ല. ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് തുലാം രാശിക്കാർക്ക്. മനസ്സ് അനുകൂലമായിരിക്കും. പക്ഷേ ആരോഗ്യപരമായി അത്ര മേന്മയുണ്ടാവില്ല. എങ്കിലും മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും. ഒരു തളർച്ചയും ക്ഷീണവും അലസതയും ഒക്കെ ഉണ്ടാകാതെ ശ്രദ്ധിച്ചാൽ പൊതുവെ തുലാം രാശിക്കാർക്ക് ഗുണകരമാണ്.
അതേപോലെ വിദ്യാർത്ഥികൾക്ക് ഗുണമാണ്, ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഗുണമാണ്, വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. ഈ അലസത അങ്ങോട്ട് മാറ്റി നിർത്തുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ആരോഗ്യപരമായൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ലാത്തൊരവസ്ഥ തുലാം രാശിക്കാർക്കുണ്ട്. സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കില്ല. ശത്രുദോഷം കാര്യമായിട്ടുണ്ടാകുന്ന ഒരു ദിവസമാണ്. അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ദൈവാധീനം കുറവാണ്. ധനപരമായ നഷ്ടമുണ്ടാകാം. കുടുംബത്തിൽ ചില അസ്വസ്ഥതകൾ, മനസ്വസ്ഥത കുറവൊക്കെ ഉണ്ടാകും. തൊഴിൽ രംഗവും അനുകൂലമല്ല. വൃശ്ചികം രാശി, വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. വൃശ്ചികം രാശിക്കാർക്ക് കഠിനദോഷം വരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ കഠിനദോഷം ഉണ്ടാകുമെന്നറിഞ്ഞിട്ട് എല്ലാവരും നന്നായിട്ട് നാമം ജപിച്ചൊക്കെ മുന്നോട്ട് പോവുക. ഇത്രയും കാലമുള്ള അവസ്ഥയിൽ നിന്നൊക്കെ മാറ്റം വരികയാണ്. ജാതകം കൂടെ അനുകൂലം അല്ലെങ്കിൽ വളരെ ദോഷമായിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. എങ്കിലും ഇപ്പോൾ ദൈവാധീനമുള്ള ഒരു സമയമൊക്കെയാണ്. എങ്കിലും കൂടുതൽ ഗ്രഹങ്ങളും അനുകൂലമല്ലാത്ത അവസ്ഥയിലേക്ക് നീങ്ങുന്നു. ആരോഗ്യം അനുകൂലമല്ല. ഒരു അലസത എപ്പോഴും മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും. അതേപോലെ മനസ്സും ബുദ്ധി അനുകൂലമല്ല. ഈ അലർജി സംബന്ധമായ അസുഖമുള്ളവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ദിവസമാണ്. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുദോഷം കാര്യമായിട്ട് വൃശ്ചികം രാശിക്കാർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള കാലഘട്ടമാണ്. കടബാധ്യത വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അപകടങ്ങൾ ഉണ്ടാകാതെ നോക്കുക. വെറുതെ നിന്നാൽ ആളുകൾ വന്ന് കയറും എന്ന് പറയുന്നില്ലേ, അതേപോലത്തെ അവസ്ഥയൊക്കെ വൃശ്ചിക രാശിക്കാർക്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ വന്ന് കയറിയാണെങ്കിൽ പോലും കലഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ധനപരമായ കാര്യങ്ങൾ അനുകൂലമായിരിക്കും. മക്കളിൽ നിന്നും ജീവിത പങ്കാളിയിൽ നിന്നൊക്കെ ഒരു അനുകൂലം ഉണ്ടാവും. എങ്കിലും തൊഴിലംഗമൊന്നും അത്ര അനുകൂലമൊന്നുമല്ല. അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കാലിലൊക്കെ അസുഖമുള്ളവർ, അലർജി രോഗങ്ങളൊക്കെ ഉള്ളവർ, രക്തവാതത്തിൻ്റെ അസുഖമൊക്കെ ഉള്ളവർ, വാദസംബന്ധമായ അസുഖമുള്ളവരൊക്കെ വൃശ്ചിക രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഈ അലർജി സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ ലഹരി ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ധനം, മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം. ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരവസ്ഥയാണ്. ധനുരാശിയെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യപരമായ നേട്ടം കുറവാണെങ്കിലും മനസ്സ് അനുകൂലമാണ്, ബുദ്ധി അനുകൂലമാണ്, മാതൃസ്ഥാനീയർ അനുകൂലമാണ്. എന്നാൽ പിതൃസ്ഥാനീയരിൽ നിന്ന് കുറച്ച് അനുകൂലമല്ലാത്ത അവസ്ഥ ഉണ്ടാവും. തൊഴിൽ രംഗത്ത് മേലുദ്യോഗസ്ഥരൊന്നും അത്ര അനുകൂലമായിരിക്കില്ല. എങ്കിലും മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കുന്നതുകൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാനായിട്ട് കഴിയും. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുദോഷം ധനുക്കൂറുകാർക്ക് ഉണ്ടാകുന്ന ദിവസമാണ്. കടം വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. ബന്ധുജനങ്ങളൊക്കെ അനുകൂലമായിരിക്കും. സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കും. വിദ്യാർത്ഥികൾക്കും അനുകൂലമായിരിക്കും. എന്നാൽ ധനപരമായി ചില നഷ്ടങ്ങളൊക്കെ ധനുരാശിക്കാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വായുകോപങ്ങൾ, കവരോഗങ്ങൾ തമ്മിൽ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം. ജീവിത പങ്കാളി അനുകൂലമായിരിക്കും. തൊഴിൽ മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് കഴിയും. ഈ ധനുക്കൂറുകാരും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ കുറേ കാലത്തേക്ക് ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും കേട്ടോ. ഇനി മകരം, ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. മകരം രാശിക്ക് ഗുണകരമാണ്, അനുകൂലമാണ്. ആരോഗ്യമൊക്കെ മേന്മയുള്ളതായിരിക്കും. കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ തീർക്കും. പക്ഷേ മനസ്സ് ഇടയ്ക്കിടയ്ക്ക് അസ്വസ്ഥമാകുന്നത് വേണ്ടതുപോലെ ചെയ്യാൻ മകരക്കൂറുകാർക്ക് കഴിയില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതൊന്ന് പരിഹരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കാം. അതിൽ ആസ്തമ ഉള്ളവർക്ക്, ഈ മാനസികമായ അസ്വസ്ഥതയുള്ളവർ ഒക്കെ ശ്രദ്ധിക്കുക. വൃക്കരോഗങ്ങളൊക്കെ ഉള്ളവർ, ഡയാലിസിസ് അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അവരൊക്കെ മകരം രാശിക്കാർ പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. സഹോദര സ്ഥാനീയരൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും. ശത്രുദോഷമൊന്നും മകരം രാശിക്കാർക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഈ ദിവസം വളരെ കുറവാണ്. കടബാധ്യതയൊക്കെ തീർക്കാൻ പറ്റും. വാക്കുകളൊന്ന് ശ്രദ്ധിച്ചുപയോഗിക്കാം. മുൻകോപമൊക്കെ കുറയ്ക്കാൻ പറ്റും. വാക്കുകൾ തമാശ രൂപത്തിൽ ഉപയോഗിക്കുന്നതും ചിലർക്ക് വേദന ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ഒന്ന് ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതേപോലെ ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. ദൈവാധീനമൊക്കെ ഉണ്ട്. ധനപരമായ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ തൊഴിൽ രംഗത്ത് അത്ര മേന്മ പറയാനായിട്ട് മകരം രാശിക്കാർക്ക് കഴിയില്ല. അവിടെ ചില ദോഷങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ ശ്രദ്ധിക്കുക. കുംഭം, അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കുംഭരാശിക്കാർക്ക് കഠിനമായ ദോഷമുള്ള ദിവസമാണ്. എങ്കിലും മനസ്സ് അവർക്ക് ഒരല്പം ശാന്തത കിട്ടുന്ന ദിവസമായിരിക്കും. അതുകൊണ്ട് തന്നെ മനസ്സൊക്കെ ഒന്ന് ശാന്തമാക്കിയാൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും.
എങ്കിലും ആരോഗ്യം അത്ര അനുകൂലമെന്ന് പറയാൻ പറ്റില്ല. ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടും. വിളർച്ച, പിത്തസംബന്ധമായ സുഖം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതേപോലെ ഉഷ്ണരോഗങ്ങൾ, നേത്രരോഗങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു ദിവസമാണ് കുംഭൻ രാശിക്കാർക്ക്. മനസ്സ്, ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പലതും ഒരു അനുകൂലമാക്കി എടുക്കാനായിട്ട് കഴിയും. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുദോഷം ഉണ്ടാകുന്ന സമയമാണ് കുംഭൻ രാശിക്കാർക്ക്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് ശത്രുത ഉണ്ടാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ശത്രുദോഷമൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അതാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെന്ന് പെട്ടിട്ട് മറ്റുള്ളവരുടെ അഭിപ്രായമൊക്കെ കേട്ട് ആവശ്യമില്ലാതൊക്കെ ചെന്ന് പെട്ട് മറ്റുള്ളവരുടെ ശത്രുത വാങ്ങിക്കൊണ്ട് വരുന്നൊരവസ്ഥ ബോധപൂർവ്വം ഒഴിവാക്കുക. അതേപോലെ കടബാധ്യത വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ബന്ധുക്കൾ ഗുണകരമാണ്. സുഹൃത്തുക്കൾ അനുകൂലമാണ്. വിദ്യാർത്ഥികൾക്കൊക്കെ മേന്മയുണ്ട്. അതേപോലെ ധനപരമായ കാര്യങ്ങൾ ചിലപ്പോൾ അല്പം കൂടുതൽ നഷ്ടം വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് ഈ ദിവസം. അത് ശ്രദ്ധിക്കുക. ജീവിത പങ്കാളി അനുകൂലമായിരിക്കും. എന്നാൽ മക്കളിൽ നിന്ന് ചിലപ്പോൾ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായിന്ന് വരും. തൊഴിൽ മേഖല അത്ര മേന്മയുള്ളതല്ല. സഹപ്രവർത്തകരിൽ നിന്ന് മനസ്സിന് പ്രയാസകരമായ ഒരവസ്ഥ, വിശ്വാസവഞ്ചന ഒക്കെ നേരിടേണ്ടതായിട്ട് വരാം. മീനം, പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. പൊതുവെ മനസ്സൊക്കെ ശാന്തമായിരിക്കാനും ശ്രദ്ധിച്ചാൽ മനഃപൂർവ്വം ശാന്തമാക്കാനും ഒക്കെ കഴിയുന്ന ഒരു ദിവസം തന്നെയാണ്. ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. എന്നാലും ആരോഗ്യത്തിന് അത്ര മേന്മയില്ല. വാദസംബന്ധമായ അസുഖങ്ങളുള്ളവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണത്. ഒരു പ്രതിരോധ ശക്തി കുറവ് പൊതുവെ മീനരാശിക്കാർക്ക് കുറച്ച് നാളത്തേക്കും കൂടെ അനുഭവപ്പെടുന്ന സമയമാണിത്. ഈ ദിവസം ഒട്ടും അനുകൂലമല്ല. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുദോഷം കാര്യമായിട്ടുണ്ടാകും. വെറുതെ നിന്ന് ആളുകൾ വിളിച്ച് വഴക്ക് പറയുന്ന അവസ്ഥ, ഒന്നും പ്രതീക്ഷിക്കാതെ നിൽക്കുമ്പോൾ വിളിച്ച് വരുത്തി വഴക്ക് പറയുന്ന അവസ്ഥയൊക്കെ മീനരാശിക്കാർക്ക് ഈ ദിവസം ഉണ്ടാവും. കടബാധ്യത ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. കരൾ രോഗമൊക്കെ ഉള്ളവരൊന്ന് ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമായിരിക്കില്ല. ധനപരമായ കാര്യങ്ങൾ നഷ്ടത്തിലായിരിക്കും. ആഗ്രഹിച്ചതുപോലെ സാമ്പത്തിക സഹായമൊന്നും ആരിൽ നിന്നും കിട്ടില്ല. ജീവിത പങ്കാളിയിൽ നിന്നും അല്പം അനുകൂലമൊക്കെ ഉണ്ടാകും. അതൊഴികെ ബാക്കി അത്ര മേന്മയില്ല. തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല. സഹപ്രവർത്തകരിൽ നിന്നും മനസ്സിന് നല്ല പ്രയാസം ഉണ്ടാകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും മീനരാശിക്കാർ ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ശാരവശാലുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും ഫലമാണ്. ഇത് ജാതക ഫലം അല്ല എന്നറിയുക. ഇത് നന്നായി ദോഷം പറഞ്ഞിട്ടുള്ളവർ ഈശ്വരാരാധനയൊക്കെ നടത്തി നാമജപമൊക്കെ നടത്തി കഴിഞ്ഞാൽ ഈ ദോഷങ്ങളെ കുറയ്ക്കാനായിട്ട് കഴിയും. മനസ്സ് ഒരു പരിധിവരെ ശാന്തമല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളവർ മനഃപൂർവ്വം ശാന്താക്കുക, നാമം ജപിക്കുക, മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നവർക്ക് അതൊക്കെ അല്പസമയം കൂടെ കൂടുതലൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ മനസ്സ് അസ്വസ്ഥമാകുമെന്ന് പറഞ്ഞിട്ടുള്ളവർ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്ത് അസ്വസ്ഥമാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ ഇട്ടിരിക്കുന്നൊരു വീഡിയോ ഉണ്ട്, നിങ്ങൾക്ക് കാണാം. അത് മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ ഇത് കേൾക്കുക, കൂടെ ചേരുക എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ട്. അത് നിങ്ങൾ കാണുക. നിങ്ങൾക്ക് മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ അത് നിങ്ങൾക്ക് വളരെയധികം സഹായം ചെയ്യും. ഒരു മെഡിറ്റേഷൻ പോലെ നിങ്ങൾക്കത് ഉപയോഗിക്കാൻ കഴിയും. അതിങ്ങനെ കേൾക്കുകയൊക്കെ ചെയ്താൽ വളരെ നല്ലതായിരിക്കും. അതേപോലെ ജ്യോതിഷത്തിലെ പരിഹാര കർമ്മങ്ങൾ എന്ന് പറയുന്ന ഭാഗവും കൂടെ നിങ്ങളൊന്ന് കേൾക്കുക. നിങ്ങൾക്കത് ഗുണം ചെയ്യും. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ. എൻ്റെ ദൈവം.